അപ്പോൾ ഞാനിന്നില്ലേ വൈകുന്നേരം കൂട്ടാൻ വിട്ടു ഇന്ന് ക്രിസ്മസിൻ്റെ അവിടെ പരിപാടി കരോളുണ്ട്, പിന്നെ ഫുഡ് ഉണ്ടാക്കലും ഫ്രണ്ട്സ് എല്ലാവരും വേണ്ട. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയിട്ട് പോണത് കൊള്ളാം, പക്ഷേ ഇവിടെ രാത്രി 9-9 ആകുമ്പോഴേക്ക് തിരിച്ചെത്തിക്കോളാം കേട്ടല്ലോ. അപ്പോൾ പക്ഷേ ഫുഡെല്ലാം കഴിച്ച് ലേറ്റാവും കിടക്കാൻ, അപ്പോൾ നാളെ വരത്തുള്ളൂ ഞാൻ. അത് നടക്കില്ല, എനിക്കറിയില്ല. നിൻ്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചിട്ട് നോക്കും. എനിക്കറിയണ്ട, എൻ്റെ അടുത്ത് പറയണമൊന്നും. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛാ ഞാനേ ഇന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോക്കോട്ടെ, ഇന്ന് അവിടെ സ്റ്റേ ആയിരിക്കും. നീ എന്തേലും കാണി കേട്ടല്ലോ, ഞാൻ പോവാണ്. രണ്ടും കണക്കാ, ചോദിച്ച പാടെ അങ്ങനെ സമ്മതിച്ചോളണം കേട്ടാ. ശരി, ഇപ്പം ഞാൻ സമ്മതിച്ചതായ പ്രശ്നം. എന്നാൽ പിന്നെ നിനക്കെന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ പോകണ്ടാന്ന്. എന്തിനാ എന്നോട് ചോദിക്കാൻ പറഞ്ഞത്? അവൻ അവിടെ പോയിട്ട് എന്താ പരിപാടി? അവനെ എന്നും ഇല്ലാത്ത ഫുഡ് കഴിക്കലും അവൻ്റെ കരോള് കൂടാനും. ക്രിസ്മസ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോവാ, ഞാൻ ഉണ്ടാക്കി തരാം ഫുഡ്. ഈ അമ്മ എന്തേ പറയണം? ഓണത്തിന് പിന്നെ കരോള് പാടാൻ പറ്റും, ക്രിസ്മസിനല്ല കരോള് പാടാൻ പറ്റില്ല. എന്തമ്മ പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർ കുറേ പേരുണ്ട്, 8-9 പേര്. ഇപ്പം വേണമെങ്കിൽ പൊക്കോ, പോയിട്ട് വന്നില്ല, അധികം സംസാരമൊന്നും വേണ്ട. 9 ആകുമ്പോഴേക്കും തിരിച്ചെത്തിക്കോളൂ. ശരിയെന്നാ, പോയിട്ട് വരാം. ഈ പോണ 2 കൊല്ലം തന്നെ തിരിച്ച് വന്നേക്കണേ. എങ്ങാനും വെള്ളം അടിക്ക് ഇങ്ങോട്ട് കയറി വന്നാ എൻ്റെ ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിക്കും. വിളിക്കാടെ വരുന്നത്. പിന്നെ അവരോട് എൻ്റെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം.